ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫേമാണ് XYZ ഫർണിച്ചർ. ഇതിലൊരു പാർട്ട്ണറാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേമിന് ഒരു ഫണ്ടിൻ്റെ ആവശ്യം വന്നപ്പോൾ ആ ഫണ്ട് എക്സ് പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പോൾ എക്സ് പറയുന്നത് ഇതിൻ്റെ ക്യാപിറ്റൽ അല്ല, അപ്പാർട്ട് ഫ്രം ക്യാപിറ്റൽ ഇത് ഞാൻ ലോൺ ആയിട്ടാണ് ഫേമിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലോൺ എന്ന് പറയുന്നത് ഫേമിൻ്റെ ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് ഫേമിൻ്റെ ബാധ്യതയാണ്. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചാർജാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഫേം കൊടുക്കേണ്ടതാണ്. അതായത് ഫേം ലാഭം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഈ പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ലോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട്, ലോൺ അക്കൗണ്ടും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേണൽ എൻട്രീസ് ആണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ജേണൽ എൻട്രീസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രീസ് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് അലൗ ചെയ്യുമ്പോൾ പാർട്ട്ണർക്ക് എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു ചാർജാണ്. ഈ ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് പാർട്ട്ണർ ലോൺ അക്കൗണ്ടിലേക്കാണ്. ക്യാപിറ്റൽ അക്കൗണ്ടും ലോൺ അക്കൗണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഇൻട്രസ്റ്റ് അലൗ ചെയ്യുമ്പോൾ എൻട്രിയാണ്. ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആയ കാരണം ഡെബിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു ബിക്കോസ് ഇറ്റ് ഇസ് എൻ എക്സ്പെൻസ്. നമ്മുടെ ലയബിലിറ്റി കൂടുന്ന കാരണം ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ എൻട്രിയാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ നമ്മുടെ ലയബിലിറ്റി കുറയാണ്. അതുകൊണ്ടാണ് ലോൺ ബൈ പാർട്ട്ണർ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതും. അസറ്റ് ക്യാഷ് പേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് പേ ചെയ്യുമ്പോൾ നമ്മുടെ അസറ്റ് കുറയുന്നു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ട്രാൻസ്ഫറിങ് എൻട്രിയാണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. കാരണം ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്യും. എക്സ്പെൻസ് ആയാലും ഇൻകം ആയാലും എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്ത് നമ്മളെല്ലാത്തിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ എക്സ്പെൻസ് ആയ കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ട്ണർ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തു, ഇവിടെ ഡെബിറ്റ് കൊടുത്തു. സോ ദിസ് അക്കൗണ്ട്സ് ഗെറ്റ്സ് ക്ലോസ്ഡ്. ഇനി ആസ് പെർ ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, അതായത് ഫേം ഡിസോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള ലോൺ എമൗണ്ട് തീർത്തിട്ട് വേണം അയാളുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മറ്റു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ലോൺ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെൻ്റ് ആണെങ്കിൽ പാർട്ട്ണർക്ക് മാക്സിമം കിട്ടാവുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 6% ആണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് എ ചാർജ്. അത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. Okay, whether your firm incurs profit or loss. ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രീസ്.